മടിയിൽ ഇങ്ങനെ കളിക്കുകയാണ്. ആ കളിക്കുന്ന സമയത്താണ് മലക്ക് വന്നിട്ട് പറഞ്ഞത്, നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുണ്ടല്ലോ ഹുസൈൻ, ആ ഹുസൈൻ ഇൻഷാ അല്ലാഹ് കൊല്ലപ്പെടും, ഷഹീദാവും, ധീരരക്തസാക്ഷിത്വം വഹിക്കും. ഇത് കേട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. പുണ്യ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു, താടികളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചു. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പ്രവാചകരെ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ, അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടി കൊല്ലപ്പെടുന്ന മണ്ണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇറാഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ. ആ ഇറാഖിന്റെ ഭാഗത്തേക്ക് കർബലയിലെ മണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ മണ്ണിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേരക്കിടാവ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. മഹദിയായ ഉമ്മു സലമ ബീവിയോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ ആ കർബലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പിടി മണ്ണുണ്ട്, ഈ മണ്ണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ. ഏതെങ്കിലും ഒരു കാലത്ത് ഈ മണ്ണ് രക്തം കൊണ്ട് ചെഞ്ചായം പൂശപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഹുസൈൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹദി എന്ത് ചെയ്തു? ആ മണ്ണെടുത്തുകൊണ്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ മണ്ണെടുത്ത് പരിശോധിച്ചപ്പോ ആ മണ്ണ് രക്തം കലർന്നിട്ടുണ്ട്, രക്തം കൊണ്ട് പൂശപ്പെട്ടിട്ടുണ്ട്. അന്ന് മനസ്സിലാക്കി, ലോകത്തിൽ നിന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറഞ്ഞുവെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സൗഖ്യമായ ലോകത്തിൽ കൂടാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരോട് ചേർന്ന് നിൽക്കുക. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം. മാലും നബിയ്യ ദരിഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം മുഅതാഅദൻ ബിയദിൽ യമീനി സഹീഫതി അലുൻ നബിയ്യ ദരിഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം മുഅതാഅദൻ ബിയദിൽ യമീനി സഹീഫതി. മഹാന്മാരായിട്ടുള്ള അഹ്ലു ബൈത്ത് ഉണ്ടല്ലോ, അവരാണ് എന്റെ വസീല, അവരാണ് എന്റെ അവലംബം, അവരാണ് എന്റെ മാർഗം. അവരെ തേടിയാണ് ഞാൻ പുണ്യ ഹബീബിലേക്ക് എത്തിച്ചേരുന്നത്. നാളെ എന്റെ കയ്യിൽ, വലതു കയ്യിൽ കിതാബ് നൽകപ്പെടാൻ അവരൊരു കാരണമാകും. മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല നിരന്തരമായി ഇതിനെ പാടിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. وهم إليه وسيلتي أرجو بهم عبادا بيد اليمين صحيفتي. അപ്പോൾ മഹത്തുക്കളായ അവരെ വല്ലാതെ ബഹുമാനിച്ചു സഹാബത്ത്. അവരോട് ഇട തേടിയിട്ടുണ്ട്, അവരെ ഇടയാളന്മാരാക്കിയിട്ടുണ്ട്. ഇപ്പൊ പരിഹാസ രൂപേണ വസീലയെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ അഭിമാനത്തോടു കൂടി പറയും, വസീലയാക്കുക, ഇടയാളന്മാരാക്കി അല്ലാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് അത് അഹ്ലു സുന്നയുടെ പാരമ്പര്യമാണ്. സ്വഹീഹുൽ ബുഖാരി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല, മഹാനായ ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖുഫിതു ഇസ്തിസ്ഖാ ബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവന് ക്ഷാമമുണ്ടായപ്പോ, പ്രയാസമുണ്ടായപ്പോ അബ്ബാസ് റളിയല്ലാഹു തആലയെ മുൻനിർത്തി മഴയെ തേടിയിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. മഹാനുഭാവൻ പറഞ്ഞു, അല്ലാഹു ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹദിനാ ഫതസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖീനാ വയസ്ഖൗ. പുണ്യ ഹബീബിന്റെ കാലത്ത് ഹബീബിനെ മുൻനിർത്തി ഞങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നിരുന്നു. ഇതാ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഹബീബിന്റെ പിതൃവിനോട്, ഹബീബിന്റെ പ്രിയപ്പെട്ടവരെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിക്കുന്നു, മഴ നീ ഞങ്ങൾക്ക് വർഷിപ്പിക്കണമേ. അവർക്ക് മഴ കിട്ടിയെന്ന് സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത്രയേറെ ബഹുമാനമായ സഹാബത്ത് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല വലിയ പണ്ഡിതനാണ്. മഹാനുഭാവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ആ ഖബറിനരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഹാകദാ യഖബുൽ ഇൽം, ഇങ്ങനെയാണ് ഇൽമു ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്, ഇങ്ങനെയാണ് ഇൽമു ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്. മാത്രമല്ല അൽയൗമ തുഫിന അൽയൗമ ഇൽമുൻ കസീർ, ഇന്നൊരു സാധാരണ വ്യക്തി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു എന്ന് മാത്രമല്ല, മറിച്ച് ഒരുപാട് ഇൽമുകൾ അറിവിന്റെ പ്രകാശം അദ്ദേഹത്തോടൊപ്പം യാത്രയായിട്ടുണ്ട്. അത്രയേറെ മഹാനാണ് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല. ഒരിക്കലും മഹാനുഭാവൻ ഒരു മയ്യിത്ത് നമസ്കാരം കഴിഞ്ഞ് വാഹനപ്പുറത്ത് ഇങ്ങനെ കയറുന്ന സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല വന്നിട്ട് പറഞ്ഞു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആലയുടെ വാഹനത്തിന്റെ കയർ പിടിച്ചപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല പറഞ്ഞു, ഖല്ലി അൻത ഇബ്നു അബ്ബി റസൂലില്ലാഹ്, പുണ്യ ഹബീബിന്റെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട അങ്ങ് എന്റെ വാഹനത്തിന്റെ കയർ പാടില്ല അങ്ങത് ചെയ്യരുത്. അപ്പോൾ പറഞ്ഞു, വഹാകദാ ഉമിർന അൻ നഫ്അല ബിൽ ഉലമാ, ഹാകദാ ഉമിർന അൻ നഫ്അല ബിൽ ഉലമാ, ആലിമീങ്ങളോട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് സഹവസിക്കേണ്ടത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് പഠിപ്പിച്ചോന്നില്ല. ഇങ്ങനെയാണ് ആലിമീങ്ങളോട് പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് ആലിമീങ്ങളെ സ്നേഹിക്കേണ്ടത്, ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടത്. അത് കേട്ടപ്പോ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്റെ കൈ പിടിച്ചിട്ട് തുളുതുളാ ചുംബിച്ചിട്ട് പറഞ്ഞു, ഹാകദാ ഉമിർന അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് അഹ്ലു ബൈത്തിനോട് പെരുമാറേണ്ടത് എന്ന് ഞങ്ങളുടെ ഹബീബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അഹ്ലു ബൈത്തും ആലിമീങ്ങളും എങ്ങനെയാണ് സഹവസിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് വിശുദ്ധമായ ദീനി മഹത്തുക്കളായ സഹാബത്തിലൂടെ നമ്മൾ പഠിക്കാം. ആലിമീങ്ങൾ അങ്ങോട്ട് ബഹുമാനിച്ചു, അങ്ങോട്ട് സ്നേഹിച്ചു, അവരുടെ വാക്കുകൾ ഉൾക്കൊണ്ട് അവരുടെ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ട് അവർ പറയുന്നത് കേട്ടു. അഹ്ലു ബൈത്തിനെ അങ്ങോട്ടും സ്നേഹിച്ചു, ബഹുമാനിച്ചു, ആദരിച്ചു. ഈ പരസ്പരാദരവും ഈ പരസ്പര ബഹുമാനം, ഇതാണ് ഉമ്മത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്, ഇതാണ് ഉമ്മത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയാൽ, ഈ പാരമ്പര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തു പോയാൽ വലിയ അപകടം. അതുകൊണ്ട് ഈ മഹത്തുക്കളായ നമ്മുടെ പൂർവികർ പകർന്ന ഈ അനുഗ്രഹീതമായ പാരമ്പര്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തുക്കളായ അഹിമ്മത്ത് അഹ്ലുല്ലാഹിനെ കുറിച്ച് പറയാന്ന് പറയുന്നത് വലിയ ശ്രദ്ധയുള്ള കാര്യമാണ്. അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകൾ മുദ്രകുത്തപ്പെടുമെന്ന് പേടിച്ചു. വഹാബിസത്തിന്റെ ഒരു ആരോപണമാണ്, വഹാബികളുടെ ആരോപണം പേടിപ്പിക്കണം. ഇങ്ങനെ നിരന്തരമായി നമ്മളെ പേടിപ്പിക്കണം. അത് പേടിപ്പിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിലകപ്പെട്ടുകൊണ്ട് അഹ്ലുല്ലാഹിനെ കുറിച്ച് പറയുന്നത് പരിമിതിയുണ്ട് എന്ന് പറയും. ഹുസൈൻ റളിയല്ലാഹു തആലയെ കുറിച്ച് പറയണ്ട, ഹസൻ റളിയല്ലാഹു തആലയെ കുറിച്ച് പറയണ്ട, ഇവരെ കുറിച്ച് മതക്ക് പറയണ്ട. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ നമ്മൾ ചുറ്റുപാട്ട ആളുകളൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു പ്രയാസം, അപകടം. അൽഹബാറിന്റെ ശ്രേഷ്ഠതകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നമ്മളെ പഠിപ്പിച്ചു. ഒട്ടേറെ ഹദീസ് കിതാബുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ ഹദീസുകളും സംഭവങ്ങളും ഈ മഹത്തുക്കളെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല മഹാനുഭാവന്റെ ചരിത്രം, ബഹുമാനപ്പെട്ടവരുടെ കർബലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇത് മഹത്തുക്കളായ ആലിമീങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ശിയാക്കള് കൊണ്ടുവന്നിട്ടുള്ള അബദ്ധങ്ങളും കളവുകളും അസത്യങ്ങളും അത് പറയാതിരിക്കാത്തത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നമ്മുടെ അയിമത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സവായിഖുൽ മുഹീഖയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയേണ്ടത് ശിയാക്കൾ കൊണ്ടുവന്ന അബദ്ധങ്ങളോ അസത്യങ്ങളോ അല്ല. നമ്മുടെ ഇമാമന്മാർ ഈ സംഭവവുമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ പറയുമ്പോൾ മഹത്തുക്കളായ സഹാബത്തിനെ ആക്ഷേപിക്കുന്നത് അതിനകത്ത് കടന്നു വരുന്നില്ല. സഹാബത്തിനെ കുറിച്ച് മോശമായി പ്രതികരിക്കുന്നത് ആ വിഷയത്തിൽ കടന്നു വരുന്നില്ല. അയ്മത്ത് രേഖപ്പെടുത്തിയത് കൃത്യമായി പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തന്റെ സവായിഖുൽ മുഹീഖയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം. പുണ്യ ഹബീബിനോടുള്ള സ്നേഹം, തന്റെ അഹ്ലുൽ ഹബാബിനോടുള്ള സ്നേഹം, അതിലൂടെ നമ്മുടെ പാരത്രികമായ ലോകത്തിൽ വിജയം വരിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷയാണ് നമ്മുടെ വഴി നടത്തേണ്ടത്. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അവരേക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, അവരെ ചോദ്യപിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. അഹ്ലുൽ ഹബാബിനെ സ്നേഹിച്ചതിന്റെ ബറകത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അവരോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചു നൽകട്ടെ. പുണ്യ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടി ജീവിക്കാൻ, ആഫിയത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ ബറകത്ത് കൊണ്ട് നാളെ സ്വർഗീയമായ ലോകത്ത് ഹബീബിന്റെയും അവിടുത്തെ കുടുംബത്തിന്റെയും സഹവാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ സദാത്തികൾ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ മൗലിദ് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് വളരെ റാഹത്തോടുകൂടി നമുക്ക് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഉൾക്കൊള്ളാൻ